ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോംപ്ലക്സ് പ്ലെയിൻ ആണ്. കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് വൈ പ്ലെയിൻ തന്നെയാണ്. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പറയുന്ന എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പം നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ എക്സ് വൈ പ്ലെയിനിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ നമ്മൾ പറഞ്ഞു, കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ അല്ലെങ്കിൽ ഓർഡേഡ് പെയർ എക്സ് വൈ, ഇത് രണ്ടും സെയിമാണ്. കോംപ്ലക്സ് നമ്പറിന് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു രണ്ട് ആക്സിസുകളുണ്ട്. ഇതിനെ നമ്മൾ റിയൽ ആക്സിസ്, നമ്മുടെ ഒറിജിനൽ എക്സ് ആക്സിസിൻ്റെ പോലെ വരുന്നതിന് നമ്മൾ റിയൽ ആക്സിസ് എന്നും വൈ ആക്സിസിൻ്റെ ഫോമിൽ വരുന്നതിന് നമ്മൾ ഇമാജിനറി ആക്സിസ് എന്നും പറയും. ഇത് നമ്മുടെ വൈ അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസ്, ഇത് എക്സ് അല്ലെങ്കിൽ റിയൽ ആക്സിസ്. അപ്പോൾ നമ്മൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എക്സ് വൈ എന്നുള്ള, നമ്മൾ സാധാരണ എക്സ് വൈ എന്നുള്ള നമ്പറിനെ എങ്ങനെ എക്സ് വൈ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമോ അതുപോലെ കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം 2+3i ആണെങ്കിൽ അത് 2, 3 എന്നുള്ള നമ്പറല്ലേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 2 ഡിസ്റ്റൻസ്, ഇങ്ങോട്ട് 3 ഡിസ്റ്റൻസ്. അപ്പോൾ ഇതായിരിക്കും 2, 3 എന്നുള്ള നമ്പർ, അല്ലെങ്കിൽ 2+3i എന്നുള്ള കോംപ്ലക്സ് നമ്പർ. ഇനി മൈനസ് നമ്പേഴ്സൊക്കെ വന്നാൽ, ഇനി 2 - 3 എന്ന് പറഞ്ഞാൽ 2 - 3i, 2 - 3i എന്ന് പറയുമ്പം ഇവിടെ വരും 2 - 3i. ഇനി -2, 3 ആണെങ്കിലോ അതിവിടെ വരും -2, 3. ഞാൻ ജസ്റ്റ് 2-3 നമ്പേഴ്സ് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പം 2+3i എന്നുള്ള കോംപ്ലക്സ് നമ്പർ ഇതാണ്, 2 - 3i എന്നുള്ള കോംപ്ലക്സ് നമ്പർ ഇതാണ്. -2, 3 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, -2 - 3 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അങ്ങനെ നമുക്ക് അപ്പം ഈ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് 2+3i എന്നുള്ള കോംപ്ലക്സ് നമ്പർ, ഇത് 2 - 3i എന്നുള്ള കോംപ്ലക്സ് നമ്പർ, ഇത് -2 - 3i, ഇത് -2 + 3i എന്നുള്ള കോംപ്ലക്സ് നമ്പർ. അപ്പോൾ നമ്മൾ ആദ്യം അതാണ് പറയുന്നത് കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ ഇതിനെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ എങ്ങനെ നമ്പറിനെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധാരണ ആ നമ്പർ 2, 3 എന്നുള്ള നമ്പർ പ്ലോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ ഒറിജിനലിലോട്ടൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 2, 3 എന്നുള്ള നമ്പർ, ഇത് നമ്മുടെ 2 - 3 എന്നുള്ള നമ്പർ, ഇത് നമ്മുടെ -2 - 3 എന്നുള്ള നമ്പർ, ഇത് നമ്മുടെ -2, 3 എന്നുള്ള നമ്പർ. ഇങ്ങനെ നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവിടെ പറയുന്നത് നമ്മുടെ അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സും സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സും നമുക്ക് ഈ ഫോമിൽ എങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ നമ്പേഴ്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ ഇത് Z1 ഇത് Z2 ആണെങ്കിൽ Z1 + Z2 എന്ന് പറയുന്നത് നമ്മൾ വെക്റ്റേഴ്സ് ആഡ് ചെയ്യുന്നത് പോലാണല്ലോ. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2, 3യും 1, 5യും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ കോർഡിനേറ്റ്സ് ആഡ് ചെയ്യുമല്ലേ ചെയ്യുന്നത്. 2+3i 1+5i കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3, 8 എന്നുള്ള നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2, 3 ഇവിടെ, 1, 5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലേ. 1, 5 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ പോർഷനിൽ വരും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3, 8, ഈ ഒരു നമ്പർ. അപ്പോൾ ഇത് ഇങ്ങനെ വരും, 3, 8 എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അതവിടെ പറയുന്നത് നമ്മളിവിടെ ഇപ്പോൾ സപ്പോസ് ഇത് Z1ഉം ഇത് Z2 ആണെങ്കിൽ നമ്മൾ Z1ൻ്റെ കൂട്ടത്തിലോട്ട് Z2ഉം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ Z1, എന്നിട്ട് ഈ Z2നെ നമ്മൾ ഇതിൻ്റെ മണ്ടയിലോട്ട് വെക്കുവാണെങ്കിൽ, ഇതിൻ്റെ നമ്മൾ അതിൻ്റെ ഒരു ഇമേജ് പോലെ നമ്മൾ ഇതിൻ്റെ ഇങ്ങോട്ട് വെക്കുവാണെങ്കിൽ Z1, Z2, അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇവിടെ കിട്ടുന്ന Z1 + Z2. അത് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളത് അവിടെ വരുന്നുള്ളൂ. സബ്ട്രാക്ഷൻ ആണെങ്കിലോ ഇത് ഇവിടെ നോക്കിയേ, ഇത് Z1ഉം ഇത് Z2. അപ്പോൾ Z1ൻ്റെ നേരെ നമ്മൾ പുറകോട്ട്, Z2ന് നമ്മൾ നേരെ പുറകോട്ട് എടുക്കുവാണെങ്കിൽ അത് -Z2. അപ്പോൾ Z1 + -Z2 എന്ന് പറയുമ്പം ഇവിടെ വരും, Z1 - Z2. അപ്പോൾ ഇവിടെയാണെങ്കിൽ 2, 3 - 1, 5 ചെയ്യുമ്പോൾ നമുക്ക് അത് 1 - 2 വരും. 1 - 2 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റിലല്ലേ വരുന്നത്. അപ്പം ഇതിൻ്റെയും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ വരും. അത് നമ്മൾ ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കുള്ളത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x + iy ആണെങ്കിൽ
ഇവിടെ ആ ഐക്ക് മുമ്പുള്ള സൈനെ നമ്മൾ മാറ്റിയിട്ട് എഴുതുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇസഡ് കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ ഇസഡ് ബാർ എന്ന് പറയുന്നത്, ഇസഡ് മൈനസ് ഐ വൈ. ഇനി ഇസഡ് മൈനസ് ഐ വൈ ആണെങ്കിലോ അത് ഇപ്പോൾ 2+3i കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് 2-3i വരും. 2-3iയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് 2+3i വരും. അതായത് ഐയുടെ മുമ്പത്തിൽ സൈൻ മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മിറർ ഇമേജസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വരച്ചപ്പോൾ 2-3യുടെ നേരെ ഓപ്പോസിറ്റ് ആ എക്സ് ആക്സിസ് നമ്മൾ മിറർ ഇമേജ് എടുക്കുന്നതല്ലേ 2-3 വരുന്നത്. ഇപ്പോൾ 2+3iയുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2-3i. 2-3iയുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2-3. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ എക്സ് ആക്സിസിൽ നമ്മൾ മിറർ ഇമേജ് എടുക്കുന്നത് പോലെയാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ. ഇവിടെയാണെങ്കിൽ -2-3 അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് -2-3i. ഇപ്പോൾ ഇവിടെ നോക്കിയേ ഇതിൻ്റെ മിറർ ഇമേജാണ്. അപ്പം കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മിറർ ഇമേജ് എടുക്കുന്നതിന് തുല്യമാണ്. ഇനി നമുക്ക് ആ കോഞ്ചുഗേറ്റിൻ്റെ യൂസുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇസഡ് പ്ലസ് ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്താ, x+iy പ്ലസ് x-iy. അത് നമ്മൾ ആഡ് ചെയ്യുമ്പം 2x i ടേം പോകും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് x z+z⁻/2 എന്ന് പറയാൻ മേലെ. എക്സ് എന്ന് പറയുന്നത് എന്താ, ഇസഡിൻ്റെ റിയൽ പാർട്ടാണ്. ദെർഫോർ റിയൽ പാർട്ട് ഓഫ് ഇസഡ് z+z⁻/2. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് z+z⁻/2 ആണ്. z+z⁻2. ഇനി z-z⁻ എടുത്താലോ x+iy മൈനസ് x-iy എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു x മൈനസ് എക്സ്. iy മൈനസ് എക്സും എക്സും പോയി iy മൈനസ് iy എന്ന് പറയുമ്പോൾ അത് 2iy പ്ലസ് iy 2iy വരും. അപ്പോൾ നമുക്ക് y എന്ന് പറയുന്നത് എന്താണ്, z-z⁻/2y ആണ് y വരുന്നത്. അപ്പം y എന്ന് പറയുന്നത് എന്താ, ഇമാജിനറി പാർട്ട് ഓഫ് z. ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് z-z⁻/2i. z+z⁻/2 ഉള്ളൂ റിയൽ പാർട്ട് ഓഫ് z. ഇമാജിനറി പാർട്ടാകുമ്പം z-z⁻/2i ഉണ്ട്. അതാണ് ഡിഫറൻസ്. ഇമാജിനറി പാർട്ടിന് ഒരു ഐയും കൂടെ വരും. റിയൽ പാർട്ടാണെങ്കിൽ z+z⁻/2 ഉള്ളൂ. ഇമാജിനറി ആകുമ്പം മൈനസ് ആണ്, z-z⁻/2i. ഇനി നമുക്ക് z കോഞ്ചുഗേറ്റ് എന്താ നോക്കാം. x+iy ഇൻറ്റു x-iy. ഇത് a+b ഇൻറ്റു a-b ഫോമിലല്ലേ വരുന്നത്. അപ്പോൾ നമുക്കതിനെ x² മൈനസ് i² y² എന്നെടുക്കാം അല്ലേ. x+iy ഇൻറ്റു x-iy, a+b ഇൻറ്റു a-b, a² മൈനസ് b² ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് iy. അപ്പോൾ x² മൈനസ് i² y, മൈനസ് i² എന്ന് പറയുന്നത് +1, i² -1 അപ്പോൾ മൈനസ് i² +1 വരും. അപ്പോൾ x² പ്ലസ് y² എന്ന് വരും. അപ്പോൾ z⁻ ഇസ് ഈക്വൽ ടു x² പ്ലസ് y². z+z⁻/2 എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് z-z-z⁻/2i എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് z. പിന്നെ നമുക്കുള്ളത് കോഞ്ചുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. z1 പ്ലസ് z2 കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുന്നത് പറയുന്നത് z1 കോഞ്ചുഗേറ്റ് പ്ലസ് z2 കോഞ്ചുഗേറ്റ്. സെപ്പറേറ്റ് ആയിട്ട് കോഞ്ചുഗേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. മൈനസിൻ്റെ കേസിലും ഇത് തന്നെയുണ്ട്. നമുക്ക് z1 മൈനസ് z2 കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് z1 കോഞ്ചുഗേറ്റ് മൈനസ് z2 കോഞ്ചുഗേറ്റ് ആണ്. z1 z2 കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പം z1 കോഞ്ചുഗേറ്റ് ഇൻറ്റു z2 കോഞ്ചുഗേറ്റ്, അതായത് രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുന്നത് സെപ്പറേറ്റ് കോഞ്ചുഗേറ്റ് എടുത്തിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ഡിവിഷനും ആ റൂളുണ്ട്. z1/z2 ദ ഹോൾ കോഞ്ചുഗേറ്റിന് നമുക്ക് z1 കോഞ്ചുഗേറ്റ് ഡിവൈഡ് ബൈ z2 കോഞ്ചുഗേറ്റ് നൽകാം. ഇനി നമുക്ക് ഇതിനെ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഇനിയുള്ളത് നോട്ടിൽ എഴുതേണ്ടതാണ്. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ 1/2 - 3i ഇൻറ്റു 1/1 + i. അപ്പോൾ 1/2 - 3i ഇൻറ്റു 1/1 + i. ഇതിനെ നമുക്ക് 1/2 - 3i ഇൻറ്റു 1 + i എന്ന് എഴുതാമല്ലോ അല്ലേ.
1 ഡിവൈഡ് ബൈ 2 മൈനസ് 3i ഇൻറ്റു 1 ബൈ 1 പ്ലസ് ഐ നമുക്ക് 1 ഡിവൈഡ് ബൈ 2 മൈനസ് 3i ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് എഴുതാം. ഇനി നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പം നമ്മൾ സാധാരണ രണ്ട് റിയൽ നമ്പേഴ്സ് പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് എടുത്താൽ ഇത് 2 മൈനസ് 3i പ്ലസ് 2i മൈനസ് 3i സ്ക്വയർ എന്ന് വരും അല്ലേ. ആദ്യം 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ i വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 മൈനസ് 3i പ്ലസ് 2i എന്ന് പറയുമ്പം അത് മൈനസ് ഐ ആണ്. മൈനസ് 3i സ്ക്വയർ എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ മൈനസ് 1 ആണ്, അത് പ്ലസ് 3 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 5 മൈനസ് ഐ എന്ന് വരും. നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ സാധാരണ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എഴുതുമ്പം ഡിനോമിനേറ്ററിൽ ഐ വരാത്തതുപോലെയാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 ഡിവൈഡ് ബൈ 5 മൈനസ് ഐയെ അതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഡിനോമിനേറ്ററിൽ നിന്ന് ഐ പോകും. നമ്മൾ 5 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 5 പ്ലസ് ഐ അല്ലേ വരുന്നത്. അപ്പോൾ അത് ന്യൂമറേറ്റർ 5 പ്ലസ് ഐ, ഡിനോമിനേറ്റർ നമുക്കറിയാം 25 പ്ലസ് മൈനസ് ഐ സ്ക്വയർ ആണ്. അപ്പോൾ 25 മൈനസ് ഐ സ്ക്വയർ ആണ്, 25 പ്ലസ് 1 വരും. അപ്പോൾ അത് 5 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 26 എന്ന് വരും. അപ്പോൾ ആക്ച്വലി എന്താ 5 ബൈ 26 പ്ലസ് ഐ ബൈ 26. അപ്പം 1 ഡിവൈഡ് ബൈ 2 മൈനസ് 3i ഇൻറ്റു 1 ബൈ 1 പ്ലസ് ഐ ചെയ്യാൻ വേണ്ടി ആദ്യം ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തി, എന്നിട്ട് 1 ബൈ 5 മൈനസ് ഐ കിട്ടി, നമ്മളതിനെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. Second one, evaluate 3 minus 1, 1 by 5, 1 by 10. അപ്പോൾ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം 3 എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റാണ്. നമുക്ക് ആദ്യം 3 മൈനസ് 1 ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഇട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ മറ്റേത് രീതി ചെയ്താലും മതി. ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഫോർമുല വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് x1 y1, ഇത് x2 y2. ഫോർമുല എന്തായിരുന്നു? x1 x2, അപ്പോൾ അത് 9. x1 x2 മൈനസ് y1 y2, അപ്പം മൈനസ് 1 എന്ന് പറയുമ്പോൾ അത് പ്ലസ് 1. അപ്പം x1 x2 നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല x1 x2 മൈനസ് y1 y2 x1 y2 പ്ലസ് x2 y1 എന്നുള്ളതാണ് ഫോർമുല. ഈ ഫോർമുല വെച്ചിട്ട് ഇത് x1, ഇത് x2, 3 ഇൻറ്റു 3 9 മൈനസ് 1 ഇൻറ്റു മൈനസ് 1, ഇപ്പോൾ മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 1. ഇനി 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു 3. അപ്പം 3 ഇൻറ്റു മൈനസ് 1 എന്ന് പറയുമ്പം മൈനസ് 3 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് 3. അപ്പോൾ അതെത്ര വരും? 10 0 വരും. ഞാൻ ഈ ഫോർമുല സൈഡിൽ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അപ്പം 3 1 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ അത് 10 0 therefore 3 1 ഇൻറ്റു 1 ബൈ 5 1 ബൈ 10 ഈസ് ഈക്വൽ ടു 10 0 ഇൻറ്റു 1 ബൈ 5 1 ബൈ 10 എന്ന് വരും. അപ്പോൾ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പം x1 ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ 10 ബൈ 5 മൈനസ് 0 ഇൻറ്റു 1 ബൈ 10 ആണ്. ഇനി അടുത്തത് 10 ഇൻറ്റു 1 ബൈ 10 പ്ലസ് 0 എന്ന് വരും. 10 ബൈ 5 എന്ന് പറയുമ്പം 2, 1. അപ്പം നമുക്ക് ആൻസർ 2 1 എന്ന് കിട്ടും. ഇനി ഇതിങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതിനെ 3 പ്ലസ് ഐ 3 മൈനസ് ഐ 1 ബൈ 5 പ്ലസ് 1 ഐ ബൈ 10 എന്ന് എടുക്കുക, എന്നിട്ട് ചെയ്താൽ മതി. 3 പ്ലസ് ഐ 3 മൈനസ് ഐ 1 ബൈ 5 പ്ലസ് ഐ ബൈ 10 ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് 2 ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് നമുക്ക് 9 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു 1 ബൈ 5 പ്ലസ് ഐ ബൈ 10 എന്ന് വരും. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് 10 ഇൻറ്റു ഇതിനകത്ത് റിയൽ നമ്പറേ ഉള്ളൂ, കോംപ്ലക്സ് നമ്പർ ഇല്ല. നമ്മളിത് കണ്ടതാണ് 10 0 എന്നുള്ള നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പർ മാത്രമാണ്. അപ്പോൾ 10 ഇൻറ്റു 1 ബൈ 5 പ്ലസ് ഐ ബൈ 10 വരും. അപ്പോൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 പ്ലസ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു 2 1 എന്ന് എഴുതാൻ പറ്റും.
solve the equation z square plus z plus 1 equal to 0 for z is equal to xy by writing xy into xy plus xy plus 1 0 equal to 0 0. അപ്പം നമുക്ക് ആൻസർ ചെയ്യാം. അപ്പം ഇസഡ് സ്ക്വയർ പ്ലസ് ഇസഡ് പ്ലസ് 1 ഈക്വൽ ടു 0 സോൾവ് ചെയ്യാനായിട്ട് ചെയ്യാം. ഇസഡ് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതണം, അല്ലെങ്കിൽ എക്സ് വൈ. ഇവിടെ എക്സ് വൈ എന്ന് തന്നേക്കുന്നത്. അപ്പം എക്സ് വൈ എന്ന് തന്നേക്കുന്നതുകൊണ്ട് നമുക്ക് എക്സ് വൈ എന്ന് തന്നെ എഴുതണം. എക്സ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് വൈ ഇൻറ്റു എക്സ് വൈ പ്ലസ് എക്സ് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താ 1 0 ഈസ് ഈക്വൽ ടു 0 0 എന്ന് വരും. ഇനി എക്സ് വൈ ഇൻറ്റു എക്സ് വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കോമ നമ്മൾ എക്സ് വണ്ണും എക്സ് ടുവും ഇവിടെ എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് വൺ എക്സ് ടു മൈനസ് വൈ വൺ വൈ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കിട്ടും. ഇനി എക്സ് വൺ ഇൻറ്റു നമുക്ക് വൈ വണ്ണും എക്സ് ടു ഇൻറ്റു വൈ ടു. അപ്പോൾ അത് എക്സ് വൺ ഇൻറ്റു വൈ വൺ എന്ന് പറയുമ്പം എക്സ് ഇൻറ്റു വൈ, എക്സ് ടു ഇൻറ്റു വൈ വൺ എന്ന് പറയുമ്പം അതും എക്സ് വൈ ആണ്. അപ്പം 2xy എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് വൈ ഇൻറ്റു, നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ഓർഡേഡ് പെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സൈഡിൽ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് തിരിച്ച് ഐ മാറ്റിയിട്ട് കോമായിട്ട് എഴുതിയാൽ മതി. പ്ലസ് എക്സ് വൈ പ്ലസ് 1 0 ഈക്വൽ ടു 0 0 എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓർഡേഡ് പെയേഴ്സ് ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻസ് ആഡ് ചെയ്യണം, സെക്കൻഡ് കമ്പോണൻസ് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇതും ആഡ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. ഇത് ഫസ്റ്റ് ഫസ്റ്റ്. ഇനി 2xy പ്ലസ് വൈ പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0 0. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതിൻ്റെ റിയൽ പാർട്ടുകൾ ഈക്വലാണ്, ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആൻഡ് 2xy പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് വരും. അതിൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പം ഇതായതുകൊണ്ട് ആദ്യം നമുക്ക് 2xy പ്ലസ് വൈ ഈക്വൽ ടു 0, വൈ കോമൺ ആയിട്ട് എടുത്താൽ 2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയും. വൈ ഇൻറ്റു 2x പ്ലസ് 1 ഈക്വൽ ടു 0. അതിൻ്റെ മീനിങ് എന്താ? ഈ പ്രൊഡക്റ്റ് 0 എന്ന് പറയുമ്പോൾ വൈ ഈക്വൽ ടു 0 ഓർ 2x പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പം വൈ ഈക്വൽ ടു 0 ഓർ എക്സ് ഇസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ഇനി നമ്മൾ അത് 0 വരുമ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. വെൻ y ഈസ് ഈക്വൽ ടു 0 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ 1 minus 4 into 1 divided by 2. -1 plus or minus root of -3/2. അപ്പോൾ ഇത് നമുക്ക് റിയൽ നമ്പർ ആണോ? റൂട്ട് ഓഫ് -3 ഇതൊരു ഇമാജിനറി നമ്പർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് -1 പ്ലസ് ഓർ മൈനസ് √3i/2. പക്ഷേ എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്. എക്സും വൈ ഇവിടെ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഹിയർ വെൻ y equal to 0 x is not real, which is not possible. Therefore y equal to 0 is not possible.
അപ്പോൾ നമ്മൾക്ക് 2 ഓപ്ഷനാണ് കിട്ടിയത്, y=0, x=-1/2. അപ്പോൾ y=0 നമുക്ക് എടുക്കുമ്പം എക്സ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പറായിട്ട് മാറി. പക്ഷേ ഇവിടെ എക്സും വൈയും റിയൽ നമ്പേഴ്സാണ്. z=xy എന്ന് പറയുന്നതിൻ്റെ അകത്ത് എക്സും വൈയും റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് x=-1/2 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വെൻ x=-1/2, then x² - y² + x + 1 = 0 implies 1/4 - y² - 1/2 + 1 = 0. 1/4 - 1/2 + 1. അപ്പോൾ നമുക്ക് 1ഉം -1/2 കൂടെ 1/2. ഇപ്പോൾ +1/2 വരും ഇത്രയും പോർഷൻ. അപ്പം +1/2 + 1/4 ചെയ്യുമ്പം 3/4. അപ്പോൾ 3/4 - y², 3/4 - y² = 0 implies y² = 3/4 implies y = ±3/4 എന്ന് വരും. y² ±3/4 വരും. അപ്പോൾ നമുക്ക് വെൻ x=-1/2, y =+or-3/4. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്താണ്? therefore the possible solutions, 2 സൊല്യൂഷൻ ഉണ്ട്. പോസിബിൾ സൊല്യൂഷൻസ് ആർ z =xy =-1/2 √3/4 or z = xy =-1/2 -√3/4. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ -1/2, √3/2 എന്ന് എഴുതാം. √3/4നെ നമുക്ക് √3/2. ഇവിടെയാണെങ്കിൽ അത് -1/2 -√3/2. ഇവിടെ മൈനസ് ഉണ്ടേ, -√3/2. √3ക്ക് മാത്രം എഴുതുക. അപ്പം -1/2 √3/2 -1/2 -√3/2 ആണ് പോസിബിൾ ആയിട്ടുള്ളത്. Show that if a product z1 z2 is 0, then at least one of the factors z1 z2, ഇതിനകത്ത് ഒരെണ്ണമെങ്കിലും z1 z2 ഈസ് 0. അപ്പം നമുക്ക് കാണിക്കേണ്ട എന്താ? ഗിവൺ z1 × z2 = 0. ഒരു 2 കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് 0 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കേണ്ട എന്താ? ഒന്നെങ്കിൽ z1 0 ആയിരിക്കും, അല്ലെങ്കിൽ z2 0 ആയിരിക്കും. അപ്പം നമ്മൾ ഒരെണ്ണം 0 അല്ല എന്ന് അസ്യൂം ചെയ്യുക. ഒരെണ്ണം 0 അല്ല എന്ന് എടുക്കുമ്പോൾ, അതായത് നമ്മളിപ്പോൾ z1 0 അല്ല എന്ന് എടുക്കുമ്പോൾ നമുക്ക് z2 0 എന്ന് കിട്ടണ്ടേ? അതാണ് കാണിക്കുന്നത്. സപ്പോസ് z1 ≠ 0. ഇനി ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ നമ്പർ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ z1 × z ഇൻവേഴ്സ് = 1 എന്ന് പറയാം. അതൊരു പ്രോപ്പർട്ടിയാണ്. ഏത് നമ്പർ ആണെങ്കിലും അതിൻ്റെ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആയിരിക്കും ഏതൊരു കോംപ്ലക്സ്. അപ്പോൾ കാരണം 1/z1 എന്നുള്ളതാണ് z ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ z1 നോൺ സീറോ നമ്പേഴ്സിനെ നമുക്ക് ഇൻവേഴ്സ് പറയാൻ പറ്റുള്ളൂ. z1 എന്ന് പറയുന്ന ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് z1 ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് z1 × z ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. നൗ നമുക്ക് z2നെ നമുക്ക് 1 × z2 എന്ന് കൺസിഡർ ചെയ്യാമല്ലോ. z2 എന്ന് പറയുന്നത് 1 × z2 ആണ്. ഇനി 1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? z1 × z1 ഇൻവേഴ്സ് z2 എന്ന് എടുക്കാം അല്ലേ? z1 × z1 ഇൻവേഴ്സ് z2, 1ന് പകരം. അപ്പോൾ 1 × z2ന് പകരം നമുക്ക് z1 × z1 ഇൻവേഴ്സ് z2 എന്ന് എടുക്കാം. ഇനി ഇതിൻ്റെ ഓർഡർ മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം കോംപ്ലക്സ് നമ്പർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു z1 ഇൻവേഴ്സ് z1 × z2 എന്ന് എടുക്കാം.
അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് Z2-ലാണ്. അപ്പോൾ Z1 ഇൻവേഴ്സ് ഇൻറ്റു ഇതിന് നമുക്ക് Z1 ഇൻവേഴ്സ് ഇൻറ്റു Z1 Z2 എന്ന് എഴുതാമല്ലോ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് ആദ്യം നമ്മൾ ഓർഡർ മാറ്റി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഓർഡർ മാറ്റി, പിന്നെ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് Z1 ഇൻവേഴ്സ് ഇൻറ്റു Z1 Z2 എന്ന് എഴുതി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് Z1 Z2 0 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു Z1 ഇൻവേഴ്സ് ഇൻറ്റു 0. ഇനി നമ്പർ ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദെർഫോർ Z1 നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് Z2 ഈക്വൽ ടു 0 എന്ന് പറയാൻ മേലെ. കാരണം നമ്മളെന്താ Z1 നോട്ട് ഈക്വൽ ടു 0-യിൽ സ്റ്റാർട്ട് ചെയ്തു. Z1 നോട്ട് ഈക്വൽ ടു 0-യിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് Z2 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി അല്ലേ? Z2 0 എന്ന് കിട്ടിയത് എങ്ങനെയാണ്? Z2-ൽ എടുത്തു, Z2-നെ നമുക്ക് 1 ഇൻറ്റു Z2 എന്ന് എഴുതി, എന്നിട്ട് 1-ന് പകരം Z1 ഇൻവേഴ്സ് Z1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അത് Z1 ഇൻവേഴ്സ് ഇൻറ്റു 0 ഈക്വൽ ടു 0 കിട്ടി. ഇനി നൗ സപ്പോസ്, അപ്പോൾ നമ്മൾ നൗ Z1 നോൺ 0 എന്ന് എടുത്തപ്പം Z2 0 എന്ന് കിട്ടി. നൗ സപ്പോസ് Z2 നോട്ട് ഈക്വൽ ടു 0, ദെൻ Z2 ഇൻറ്റു Z2 ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 0 ആണ്, ഈക്വൽ ടു 1 ആണല്ലോ. Z2 നോൺ 0 ആയതുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. Z2 ഇൻറ്റു Z2 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. നൗ കൺസിഡർ Z1 എന്ന് പറയുന്നത് Z1 ഇൻറ്റു 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു Z1 ഇൻറ്റു Z2 ഇൻവേഴ്സ്, വിച്ച് ഈസ് ഈക്വൽ ടു Z1 Z2 ഇൻറ്റു Z2 ഇൻവേഴ്സ് എന്ന് വരും. കാരണം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇനി Z1 Z2 എന്ന് പറയുന്നത് 0, അപ്പോൾ 0 ഇൻറ്റു Z2 ഇൻവേഴ്സ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദെർഫോർ Z2 നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് Z1 ഈക്വൽ ടു 0. അപ്പോൾ Z1 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ Z2 0 എന്ന് കിട്ടി. Z2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ Z1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദസ് if Z1 Z2 equal to 0, then either Z1 equal to 0 or Z2 equal to 0. ഏതെങ്കിലും ഒന്ന് 0 ആയേ പറ്റുള്ളൂ, രണ്ടിനും കൂടെ നോൺ 0 ആകാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റ് 1/i ഉള്ളതല്ല, ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഇവാലുവേറ്റ് 1/i. 1/iയെ നമുക്ക് എന്നാ ചെയ്യാം? 1/i ഇൻറ്റു നമുക്ക് -i/-i ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു -i ഡിവൈഡഡ് ബൈ -i² വരും. -i² എന്ന് പറയുന്നത് എന്താണ്? +1 ആണ്. -i divided by -i², -i² 1. So this is equal to -i. Next one, evaluate 1 - i divided by 1 + i. ഇനി നമുക്ക് എന്നാ ചെയ്യാം? 1 - i divided by 1 + i ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് 1 - i divided by 1 - i. അപ്പം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 - i the whole square വരും. ഡിനോമിനേറ്റർ 1² - i² വരും. അപ്പോൾ ഇവിടെ ചെയ്യുമ്പം 1 - 2i + i² ഡിവൈഡഡ് ബൈ 1 + 1 -i² 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 - 2i + i² എന്ന് പറയുമ്പോൾ -1 ഡിവൈഡഡ് ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു -2i ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു -i. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തപ്പോൾ ഈക്വൽ ടു -i എന്ന് വരും. അടുത്തത് 2 ഡിവൈഡഡ് ബൈ 1 - 3i. അപ്പം അതിന് 2 ഡിവൈഡഡ് ബൈ 1 - 3i ഇൻറ്റു 1 + 3i ഡിവൈഡഡ് ബൈ 1 + 3i എന്ന് വരും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 1 - 3i ആയതുകൊണ്ട് 1 + 3i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് 2 + 6i ഡിവൈഡഡ് ബൈ ഇവിടെ 1 - 9i² അല്ലെങ്കിൽ
+9 എഴുതാം. നമുക്ക് x² + y² ഇട്ടാലും മതി. അപ്പോൾ +9 ഇടാം. നമുക്കറിയാമല്ലോ അത് ആക്ച്വലി എന്താ x² x + iy x - iy കൂടെ പറയുമ്പോൾ x² + y². അപ്പം -9i² എന്ന് പറയുന്നത് +1 + 9. അപ്പം 2 + 6i / 10 എന്ന് വരും. ഇനി നമുക്ക് 1 + 3i/5 അല്ലെങ്കിൽ 1/5 + 3i/5 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ 1 + 3i/5 എന്ന് കിട്ടും. അടുത്തത് 1 + i√3 raised to 3. 1 + i√3 raised to 3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് a + b raised to 3യുടെ ഫോർമുല അറിയാം. a + b raised to 3 എന്ന് പറയുന്നത് a³ + 3a² b + 3ab² + b³ എന്നുള്ളതാണ് ഫോർമുല. ഇനി ഈ ഫോർമുല അറിയത്തില്ലെങ്കിൽ ആദ്യം ഇനി ഇതറിയത്തില്ലാത്തവർക്ക് ചെയ്യാവുന്നത് a + b² × a + b ആയിട്ട് കൺസിഡർ ചെയ്യാം. a + b² × a + b ചെയ്യുമ്പം a² + 2ab + b² × a + b. ഇത് ചെയ്യുമ്പോൾ നമുക്ക് a³ + 2a² b + ab² + a² b + 2ab² + b³ കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് a³ 3a² b 3ab² + b³ എല്ലാം സെയിം ആണ്. എങ്ങനെ ചെയ്താലും സെയിമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1 + i√3 raised to 3യെ നമുക്ക് 1 + 3 × 1² i√3 + 3 × i√3² + i√3³ എന്ന് പറയാമല്ലോ. a + b³ ഫോർമുല വെച്ചിട്ട് a³ 3ab 3a² b 3ab² + b³ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 + i × 3√3 പ്ലസ് ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരുന്നത് 3 × i² × 3√3². അടുത്തത് i³ 3√3 എന്ന് വരും. കാരണം എന്താ √3³ എന്ന് പറയുമ്പോൾ 3√3 ആണ്. അപ്പം 1 + i × 3√3 i² -1 അപ്പോൾ അത് -9 വരും. പ്ലസ് i³ എന്ന് പറയുന്നത് -i i³ എന്ന് പറയുന്നത് i എന്ന് പറയുമ്പോൾ √(-1) i² -1 i³ എന്ന് പറയുന്ന i × i². അപ്പോൾ അത് -i വരും. i⁴ 1 വരും. അപ്പം i³ എന്ന് പറയുമ്പോൾ -i × 3√3. അപ്പം i√3 -i√3 കൂടെ പോകും. അപ്പോൾ 1 - 9 + 0 വരും. അപ്പോൾ അത് -8 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, prove that 1 - i all raised to 4 is equal to -4. അപ്പോൾ നമുക്ക് 1 - i raised to 4 കണ്ടുപിടിക്കണം. അപ്പോൾ 1 - i raised to 4 നമുക്ക് 1 - i² × 1 - i² എന്ന് എഴുതാമല്ലോ. 1 - i × 1 - i². അപ്പോൾ 1 - i² 1 - 2i + i² ആണ്. ഇത് 1 - 2i + i² ആണ്. a - b² ഫോമിൽ. അപ്പോൾ 1 - 2i -1 i² -1 1 - 2i -1. അപ്പോൾ അതെന്താ -2i × -2i എന്ന് വരും. അപ്പോൾ അത് +4i². അപ്പം -4 എന്ന് കിട്ടും. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. Prove that 2 - 3 - 2 1 is equal to -1 8. അപ്പം 2 - 3
മൈനസ് 2 1 ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് x1 y1 x2 y2 ഫോർമുല x1 x2 മൈനസ് y1 y2, അപ്പോൾ 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4 മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3, അത് പ്ലസ് 3 ആയിട്ട് മാറും. അടുത്തത് x1 ഇൻറ്റു y2, അപ്പോൾ അത് 2, x2 ഇൻറ്റു y1, അപ്പോൾ മൈനസ് 3 ഇൻറ്റു മൈനസ് 2 പ്ലസ് 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? മൈനസ് 4 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1 8. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അടുത്തത് പ്രൂവ് ദാറ്റ് 1 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 3 മൈനസ് 4i പ്ലസ് 2 മൈനസ് i ഡിവൈഡഡ് ബൈ 5i ഈസ് ഈക്വൽ ടു മൈനസ് 2/5. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 പ്ലസ് 2i ഡിവൈഡ് ബൈ 3 മൈനസ് 4i പ്ലസ് 2 മൈനസ് i ഡിവൈഡ് ബൈ 5i ഈസ് ഈക്വൽ ടു മൈനസ് 2/5. അപ്പോൾ നമുക്ക് ഇവിടെ 1 പ്ലസ് 2i ഡിവൈഡ് ബൈ 3 മൈനസ് 4i പ്ലസ് 2 മൈനസ് i ബൈ 5i കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എൽ സി എടുക്കണം. അപ്പോൾ അത് 1 പ്ലസ് 2i ഇൻറ്റു 5i പ്ലസ് 2 മൈനസ് i ഇൻറ്റു 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ 3 മൈനസ് 4i ഇൻറ്റു 5i വരും, വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ 5i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5i പ്ലസ് 10i സ്ക്വയർ, 5i പ്ലസ് 10i സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6 മൈനസ് 3i, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3 6 മൈനസ് 3i. ഇനി മൈനസ് 4i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 ഇൻറ്റു 2 മൈനസ് 8i പ്ലസ് 4i സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 5 15i മൈനസ് 20i സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5i 10i സ്ക്വയറും 4i സ്ക്വയറും കൂടെ 14i സ്ക്വയർ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കതിന് i സ്ക്വയർ മൈനസ് 10 പ്ലസ് 6 മൈനസ് 3i മൈനസ് 8i മൈനസ് 4 ഡിവൈഡഡ് ബൈ 15i പ്ലസ് 20 എന്ന് വരും. കാരണം എന്താ, മൈനസ് 20 അല്ലേ, മൈനസ് 20i സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് 20. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് i ടേമുകളും ആഡ് ചെയ്യണം. 5i മൈനസ് 3i ചെയ്യുമ്പം പ്ലസ് 2i മൈനസ് 8i എന്ന് പറയുമ്പോൾ മൈനസ് 6i. ഇത് ചെയ്യുമ്പം മൈനസ് 10 പ്ലസ് 6 എന്ന് പറയുമ്പോൾ മൈനസ് 4, അപ്പോൾ മൈനസ് 8 മൈനസ് 6i ഡിവൈഡഡ് ബൈ 20 പ്ലസ് 15i എന്ന് വരും. അപ്പോൾ നമുക്കതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 20 മൈനസ് 15i ഡിവൈഡ് ബൈ 20 മൈനസ് 15i. അപ്പം 20 ഇൻറ്റു 8 മൈനസ് 160, 20 ഇൻറ്റു 6 മൈനസ് 120i പ്ലസ് 15 ഇൻറ്റു 8 120i മൈനസ് 15 ഇൻറ്റു മൈനസ് 8 എന്ന് പറയുമ്പോൾ പ്ലസ് 20 മൈനസ് 15i ഇൻറ്റു മൈനസ് 6 എന്ന് പറയുമ്പോൾ പ്ലസ് 90i സ്ക്വയർ ഡിവൈഡഡ് ബൈ 20 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ വരും. അപ്പം 120iയും മൈനസ് 120iയും പോയി 160 മൈനസ് 90, ഈ ഐകൾ രണ്ടും പോയി, പ്ലസ് 90 എന്നുള്ളത് മൈനസ് 90, 400 പ്ലസ് 225 വരും. അപ്പോൾ 160 പ്ലസ് 90 മൈനസ് 250 ഡിവൈഡ് ബൈ 625 വരും. അപ്പോൾ നമുക്ക് 125 വെച്ചെടുത്താൽ മൈനസ് 2, 125 ഇൻറ്റു 5 അല്ലേ, മൈനസ് 2/5 എന്ന് കിട്ടും. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്.
അപ്പം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓർക്കേണ്ട കാര്യം, നമുക്കിങ്ങനെ ഡിനോമിനേറ്ററിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം ഇങ്ങനെ വരുമ്പം നമ്മൾ അതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. Prove that imaginary part of IZ is equal to real part of Z. അപ്പം നമുക്ക് ഇസഡിനെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്നെടുത്താൽ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി ഐ ഇസഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർ വൈ, വിച്ച് ഈസ് ഈക്വൽ ടു ഐ എക്സ് മൈനസ് വൈ ഈക്വൽ ടു വൈ മൈനസ് ഐ എക്സ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 എടുക്കാം. ഇനി ഇമാജിനറി പാർട്ട് ഓഫ് ഐ ഇസഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതെന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് എക്സ് ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് പ്ലസ് എക്സ് മൈനസ് വൈ പ്ലസ് ഐ എക്സ്. അപ്പോൾ അത് പ്ലസ് എക്സ്, ഇതിപ്പോൾ മാറിപ്പോയതാണ്. ഐ എക്സ് മൈനസ് വൈ ആണ്, അപ്പോൾ മൈനസ് വൈ പ്ലസ് ഐ എക്സ്. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. Therefore, from 1 and 2, റിയൽ പാർട്ട് ഓഫ് ഇസഡും ഇമാജിനറി പാർട്ട് ഓഫ് ഐ ഇസഡും രണ്ടും എന്താ? എക്സ് ആണ്. നെക്സ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് റിയൽ പാർട്ട് ഓഫ് ഐ ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. നമുക്ക് ഇസഡ് എക്സ് മുമ്പത്തെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എക്സ് പ്ലസ് ഐ വൈ. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് വൈ ആണ്, അതിനെ ഇക്വേഷൻ 1 എടുക്കാം. ഇനി ഐ ഇസഡ് എടുത്താൽ ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർ വൈ ഈക്വൽ ടു ഐ എക്സ് മൈനസ് വൈ. റിയൽ പാർട്ട് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനെ നമുക്ക് മൈനസ് വൈ പ്ലസ് ഐ എക്സ് അല്ലേ, അതിൻ്റെ റിയൽ പാർട്ട് ഓഫ് എന്താണ്? മൈനസ് വൈ ആണ്. ഇക്വേഷൻ 2 എടുക്കുക. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് മൈനസ് വൈ, ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് എന്താ? മൈനസ് ഓഫ് ദിസ് അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രം 1 and 2, ഫ്രം 1 and 2 റിയൽ പാർട്ട് ഓഫ് ഐ ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. Verify that root 2 minus I into 1 minus root 2I. root 2 minus I minus 1 into 1 minus root 2I is equal to minus 2I. അപ്പം root 2 minus I minus I into 1 minus root 2I കൺസിഡർ ചെയ്യാം is equal to root 2 minus I. ഈ മൈനസ് ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഐ പ്ലസ് റൂട്ട് 2 ഐ സ്ക്വയർ എന്ന് വരും. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 2I പ്ലസ് റൂട്ട് 2 ഇൻറ്റു മൈനസ് 1 വരുമല്ലോ. അപ്പോൾ റൂട്ട് 2 മൈനസ് 2I മൈനസ് റൂട്ട് 2 എന്ന് വരും. ഐ സ്ക്വയർ മൈനസ് 1. അപ്പോൾ റൂട്ട് 2 കൂടെ ക്യാൻസൽ ചെയ്യും, മൈനസ് 2I. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്.